മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് പല നടിമാരും വെളിപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ പുരോഗമിക്കുന്നുമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകും എന്ന കാര്യമാണ് ജൂനിയർ ആർട്ടിസ്റ്റ് അമൃത വ്യക്തമാക്കിയത്. അമൃത നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. അമൃത, ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അമൃതയുടെ മൊഴിയെടുക്കാൻ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതെ, ഇന്ന് 12 മണിയാകുമ്പോഴത്തേക്കും എത്താന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും മൊഴി കൊടുത്ത് അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ തന്നെയാണ്. അവർ ചോദിച്ചായിരുന്നു പരാതി മുന്നോട്ട് തന്നെ പോകുമല്ലോ. യെസ്. അപ്പൊ പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് തന്നെ പോകണം എന്ന് പറഞ്ഞു. ഇൻവെസ്റ്റിഗേഷൻ ടീം വിളിച്ചപ്പോൾ പറഞ്ഞത് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കോ, ഞങ്ങള് കൂടെ ഉണ്ട്, വിശ്വാസത്തോടെ തന്നെ നിന്നോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ സംഭവങ്ങളാണ് അന്ന് ലൊക്കേഷനിൽ ഉണ്ടായിട്ടുള്ളത്? ലൊക്കേഷൻ എന്ന് പറയുന്നത്, ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ആ സമയത്ത് സെക്ഷൽ അബ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശാരീരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ നേരിടേണ്ടി വന്നിട്ടില്ല. ഈ നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ ആ ഒരു റെസ്പെക്ട് ഉണ്ട്, ആ ഒരു അഭിമാനമുണ്ട് നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും. അപ്പൊ ഇവിടെ പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ലൊക്കേഷനിൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തരംഗം തന്നെയാണ് ഉണ്ടാവുക, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തരംഗമില്ല. ഇവിടെ പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങളൊന്ന് വെച്ച് നോക്കുമ്പം നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡായിട്ട് അവിടെ നിൽക്കാൻ നമുക്ക് തോന്നൂല. ഫുൾ നെഗറ്റീവ് കാര്യങ്ങളാണ് പറയുന്നത്, കേൾക്കുന്നത്. അതൊക്കെ നമ്മൾ സഹിച്ച് കുഴപ്പമില്ല, നമ്മൾ എന്തായാലും സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങിയതല്ലേ, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നിന്നതാണ്. അപ്പം നമുക്ക് ജൂനിയർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചുള്ള നമുക്ക് തരുന്ന തുക എന്ന് പറയുന്നത് 2000-2500 മേലെ 2500 ഉണ്ട്. അപ്പൊ നമുക്ക് തരുന്നത് ഒരു 500 എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. പ്രൊഡ്യൂസർ അവരുടെ കോർഡിനേറ്റർക്ക് കൊടുക്കുന്ന തുകയിൽ നിന്ന് അവർ ഒരുപാട് പിടിച്ചു വെച്ച് 500 എന്നുള്ള രീതിയിലേക്കാണ് നമുക്ക് തരുന്നത് പോവട്ടെ. തരുമ്പം നിങ്ങൾക്ക് കിട്ടിയില്ല എന്നാ പൊക്കോണം എന്നുള്ള രീതിയിൽ ഒരു അടിമകളെ പോലെ ഇതാക്കുന്ന അത് നമുക്ക് ഒരിക്കലും സഹിക്കൂലല്ലോ. അപ്പൊ നമ്മൾ അഭിമാനത്തെ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ അവിടെ നിൽക്കണ്ട എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ഞാൻ പിന്നെ ക്രൗഡ് വർക്കിന് വിളിക്കുമ്പോൾ ഞാൻ പോകാറുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ആ നിൽക്കുന്ന സമയത്താണ് എന്റെ ക്യാരക്ടറോളോ കഥാപാത്രമോ അങ്ങനെ എന്തെങ്കിലും ഡയലോഗ് സീനോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിലേക്ക് കയറാം. വെറുതെ ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അഭിമാനം നഷ്ടപ്പെടുത്തി നിൽക്കണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല ഏതെങ്കിലും റോള് കിട്ടുകയാണെങ്കിൽ പോകാം എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്ന സമയത്താണ് ഈ ഷൈജു എന്ന് പറയുന്ന പ്രൊഡ്യൂസർ എന്നെ പ്രൊഡ്യൂസറാണെന്നാണ് പറഞ്ഞത്. ഷൈജു എന്നാണ് പേരും പറഞ്ഞത്. അതാണോ കറക്റ്റ് എന്നുള്ളതൊന്നും അറിയൂല. അപ്പം അവര് പറഞ്ഞത് അമൃത നല്ലൊരു റോളുണ്ട്, അമൃതയ്ക്ക് താല്പര്യമില്ലേ, നല്ല അത്യാവശ്യം നല്ല ഡയലോഗ് സീനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിപ്പോ നമുക്ക് ആരായാലും നമുക്കൊരു കഥാപാത്രത്തിന് കിട്ടുമ്പോൾ നമ്മൾ എല്ലാവരും റെഡി ആവുമല്ലോ, പോവല്ലോ. അപ്പം ഓക്കെ ആണ് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എഗ്രിമെന്റ് ഉണ്ട്, 50,000 രൂപയാണ് അഡ്വാൻസ് തരുന്നത്. അമൃതയ്ക്ക് പറഞ്ഞേക്കുന്ന തുക 30,000 പെർ ഡെയിലി ആണ്. അപ്പൊ 2,40,000 ഉണ്ടാവും അമൃതയുടെ കയ്യിൽ. അപ്പം അഭിനയിച്ചിറങ്ങുമ്പോഴത്തേക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സർ, ഞാൻ റെഡിയാണ്, അഗ്രിമെന്റ് എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞു. അപ്പം പറഞ്ഞു സാർ സെറ്റ് ആക്കിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു അമൃത ഒരു കാര്യം എന്ന് വെച്ചാല് ഫിലിമല്ലേ, അമൃതയ്ക്ക് അറിയുന്നല്ലേ, അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ്? അപ്പം പറഞ്ഞു ഫിലിം ഫീൽഡ് ആണ്, അമൃതയ്ക്ക് അറിയാവുന്നതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു സർ അത് ഫിലിം ഫീൽഡിന് എന്താ പ്രശ്നം, എന്താ വിഷയം, ഫിലിം ഫീൽഡിൽ എന്താ കുഴപ്പം? അപ്പം പറഞ്ഞു എടാ അത് പിന്നെ എങ്ങാനും ഡയറക്ടറോ മറ്റാരെങ്കിലും അമൃതയോട് ഫിസിക്കലി ആവശ്യപ്പെടുകയാണെങ്കിൽ, ശാരീരികമായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ കിടക്ക പങ്കിടാനോ കൂടെ കിടക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി നിൽക്കുകയോ അല്ലെ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവുകയോ ചെയ്യുകയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സർ അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഫിലിമിലേക്ക് വന്നത്, എനിക്ക് അഭിനയിക്കാൻ നല്ല താല്പര്യമുണ്ട്, പക്ഷെ ഞാൻ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞാൽ ഓക്കെ ആയിക്കോട്ടെ, അമൃതയ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായ മറ്റു പെൺപിള്ളേരും ഉണ്ട്. പിന്നെ അമൃതയ്ക്ക് ആ ഒരു ഫേസ് അപർണ ബാലമുരളിയുടെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടാണ് പറഞ്ഞത്. അപ്പം അമൃതയ്ക്ക് ആ ഒരു ഫേസ് ഉണ്ട്, അതുകൊണ്ടാണ് അമൃതയെ വിളിച്ചേക്കുന്നത്. മറ്റ് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായ ആൾക്കാർക്കൊന്നും അഭിനയിക്കാനൊന്നും അറിയൂല, അതുകൊണ്ടൊക്കെ തന്നെയാണ് അമൃതയെ കോൺടാക്ട് ചെയ്യുന്നത് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു സർ അങ്ങനെയാണ് എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ ഇങ്ങനെ ഈ പെമ്പിള്ളേരോട് മാത്രം ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് നിൽക്കുന്നു, ആമ്പിള്ളേരോട് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കാറില്ലേ, അത് വലിയൊരു അതിക്രമമല്ലേ നിങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എടാ അത് ഫിലിം ഫീൽഡിൽ അത് അങ്ങനെയാണ്, സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്രയും തുക നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരുന്നതല്ലേ, ഫേമസ് ആക്കുന്നതല്ലേ, ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് ഒരു നടി എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ അത് അഡ്ജസ്റ്റ്മെന്റ് നിൽക്കേണ്ടതല്ലേ, അത് സാധാരണയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഞാൻ അങ്ങനെ നിൽക്കുന്നില്ല, എനിക്കതിന് താല്പര്യമില്ല, നിങ്ങൾ അവരെ വെച്ച് അങ്ങനെയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല റോളോ ഡയലോഗ് സീനോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സീന് കിട്ടുകയാണെങ്കിൽ
അമൃതയെ കോൺടാക്ട് ചെയ്തോളാം. 3000, 2000 ഒക്കെ പെർ ഡെയിലി കിട്ടുന്ന വർക്ക് വരികയാണെങ്കിൽ അമൃതനെ വിളിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ സർ, അങ്ങനെ ആയിക്കോട്ടെ എന്ന്. അങ്ങനെ അത് ക്ലോസ് ചെയ്തു. പിന്നെ ഞാൻ അവരെ വിളിക്കാൻ നിന്നിട്ടില്ല അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ള. പക്ഷെ എനിക്കത് അങ്ങനെ ആ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര വിഷമായിരുന്നു. കാരണം നമ്മളൊക്കെ പ്രതികരിക്കുക എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു രീതിയിൽ, മോശമായ രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത് അങ്ങനെയാണോ? നമ്മൾ ഒരാൾ ഡീസന്റ് ആയിട്ട് ചേച്ചി പോവല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും പ്രതികരിക്കുക? ഒന്നെങ്കിൽ കാരണം കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കും, തെറി വിളിക്കും. പക്ഷെ ഇവിടെ ഡീസന്റ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം ഡീൽ ചെയ്യുന്നു, നമ്മൾ ഡീസന്റ് ആയിട്ട് തന്നെ അതിന് മറുപടി പറയാന്ന് പറയുന്നത് അത് വിഷമം തന്നെയാണ്. അത് ഏത് സ്ത്രീ ആയാൽ പോലും അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പം ആ സമയത്ത് എനിക്കത് ഞാൻ പ്രതികരിച്ചത് അങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് ഡിസ്കസ് ചെയ്തപ്പോൾ അമ്മ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്യ്, പിന്നെ ഇങ്ങനെ എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന്. പക്ഷെ നമ്മളത് ചെയ്യാതിരുന്നത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുക എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ടാണ്. കാരണം സ്ത്രീകൾ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ഒരവസ്ഥ കണ്ടിട്ടുണ്ട്. നമ്മൾ പ്രതികരിക്കുന്ന സമയത്തേക്ക് പല ആൾക്കാരും നോക്കുകുത്തികളായിട്ട് നോക്കി നിൽക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വോയിസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്നുള്ളൊരു ഇത്, ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ, ഞാൻ പ്രതികരിച്ചപ്പോഴത്തേക്കും ആരും ഒന്നും മിണ്ടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ എനിക്ക് ആ ഒരു അവസ്ഥ വരുമോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അന്നത് പ്രതികരിക്കാതിരുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് പ്രതികരിച്ചിട്ടില്ല എങ്കിൽ എന്റെ മനസാക്ഷി അത് തീർച്ചയായിട്ടും എനിക്കത് ബാധിക്കും. അതുകൊണ്ട് പ്രതികരിച്ചതാണ്. എന്തെങ്കിലും ഒരു സിനിമാ മേഖലയിൽ ഒരു മാറ്റം എന്തായാലും വരണം എന്നുള്ളത് ഈ പുതുതലമുറയ്ക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. പണ്ടൊക്കെ നമ്മൾ ഒരുപാട് അതിക്രമങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, സ്ത്രീകൾക്കെതിരെ ഇങ്ങനെയുള്ള ചൂഷണം. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാലത്ത് എനിക്ക് സ്ത്രീകൾക്ക് നേരെയുള്ള ഈ ആക്രമണത്തിന് എങ്ങനെയെങ്കിലും ഒരു പോരാട്ടം, എന്റേതായ രീതിയിലൊരു പോരാട്ടം എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ പണ്ട് കാലത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കത് സാധിച്ചതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് അഭിമാനമായൊരു നിമിഷം തന്നെയാണ്. ഈ സമാനാനുഭവം പല ജൂനിയർ ആർട്ടിസ്റ്റുകളും പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആരംഭിക്കുമ്പോൾ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അതിൽ തീർത്തും വ്യത്യസ്തമായൊരു നിലപാടാണ് അമൃത സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് അന്വേഷണ സംഘം എത്തുമ്പോൾ ഈ കാര്യങ്ങൾ ഉൾപ്പെടെ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഫോൺ രേഖ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കൈമാറുമല്ലേ? തീർച്ചയായിട്ടും അതിന്റെ തെളിവുകൾ, കാര്യങ്ങളും, മെസ്സേജസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതും കൈമാറും. പിന്നെ ഈ രാഹുൽ ആരാണെന്ന്, ഷൈജു ആരാണെന്നുള്ളത് എന്റെ വാശിയാണ്. അത് ആരാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യണം. അയാൾക്കെതിരെ ഒരു നടപടി എന്തായാലും ഉണ്ടാവുക തന്നെ വേണം. കാരണം ഒരുപാട് പെൺപിള്ളേര് അവരുടെ റാക്കറ്റിലായിട്ടുണ്ട്. അപ്പൊ ഇനിയും ആവരുത്. അപ്പം അതിന്റെ രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. വിഷയത്തിൽ ശക്തമായ നിലപാടുമായിട്ട് തന്നെയാണ് അമൃത മുന്നോട്ട് പോകുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങളും കൈമാറും എന്ന കാര്യവും അമൃത വ്യക്തമാക്കുന്നു. കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.